ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ ഇഡലി സാമ്പാറും കഴിക്കാൻ പോവാ. ആരൻ പോയി, ആഷറും പോയി. ആരന് ഈ ആഴ്ചയും കൂടെ ക്ലാസ് ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ജൂണിലേ തുറക്കത്തുള്ളൂ. വെള്ളിയാഴ്ച വരെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ച വരെ ഈ ഒരു വീക്കിൽ, അതായത് ഈ മൺഡേ ഇന്ന് തൊട്ട് വെള്ളിയാഴ്ച വരെ പുള്ളിക്ക് 7:30 തൊട്ട് 10:30 വരെയല്ല, 9 തൊട്ട് 12 വരെ. പക്ഷെങ്കിൽ ഈ ആഴ്ച ഫുൾ എല്ലാ ദിവസവും സൈക്കോളജി ഉണ്ട്. സൈക്കോളജിയുടെ പീരീഡ് ഇല്ല. സൈക്കോളജിയുടെ ടീച്ചറിൻ്റെ കാലൊടിഞ്ഞിരിക്കുക. അത് കാരണം സൈക്കോളജിയുടെ പീരീഡിൻ്റെ സമയത്ത് ഇങ്ങ് പോരാ. ഫസ്റ്റ് പീരീഡിൽ എന്തോ ആണോ ആ സമയത്ത് നമുക്ക് ഇങ്ങോട്ട് പോരാ. ഫസ്റ്റ് പീരീഡിൽ എന്തോ ആണോ അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങ് പോരാ. മിക്കവാറും എപ്പോഴും സെക്കൻഡ് പീരീഡിലാണ് സൈക്കോളജി. 2 പീരീഡേ ഉള്ളൂ ഈ അവധിക്കാലത്തെ ക്ലാസ്സിന്. വേനലായതുകൊണ്ട് ഒത്തിരി എടുക്കത്തില്ല. അപ്പം ആ സൈക്കോളജിയുടെ സമയത്ത് സെക്കൻഡ് പീരീഡിൻ്റെ സമയത്ത് ഇങ്ങ് പോരാ. അപ്പോൾ ഇന്ന് സൈക്കോളജി സെക്കൻഡ് പീരീഡ് ഉണ്ട്. അപ്പോൾ ഇന്നിങ്ങ് 9 മണി തൊട്ട് 10:15 ആകുമ്പോഴത്തേക്കിനും ഒരു 9 തൊട്ട് 10:15 ആകുമ്പോഴത്തേക്കൊരു ഫസ്റ്റ് പീരീഡ് അങ്ങ് കഴിയും. അപ്പം ഇങ്ങ് പോരാ. അപ്പം ഞാൻ രാവിലെ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കി, തിലോപ്പി കറി ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി. ഇച്ചിരി ഒരു 5-8 പീസ് ഇരിപ്പുണ്ടായിരുന്നു. കുറേശ്ശെ നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ, ഒരുമിച്ച് ഉണ്ടാക്കി വെച്ച അഴുക്ക്. അപ്പം 5-8 പീസ് ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഇവർ 2 പേരും പോയി കഴിഞ്ഞപ്പോൾ ആരൻ ചർച്ചിൽ പോയി. ആഷർ ഇന്നലെ പോയില്ല. ആഷറിന് ഭയങ്കര ഇതായിരുന്നു, ജലദോഷവും പനിയും ഒക്കെ ആയിരുന്നു. ഒക്കെയാലും മാറി കിട്ടുക. ഞാൻ ഓർത്ത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചപ്പം വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇന്നലെ ഞാൻ ആരൻ പോയി കഴിഞ്ഞ് ആഷർ എഴുന്നേറ്റ് വന്ന് 2 മണിക്കാണ്. എന്നിട്ട് ഉച്ചയ്ക്ക് അതുപോലെ മേലായിരുന്നു. രാത്രി ഞാൻ പേടിച്ചു പോയി. ജോലിയും കഴിഞ്ഞ് രാത്രി തലേദിവസം വന്നപ്പോഴത്തേക്ക് എന്നെ ആയിരിക്കും എന്നോർത്ത്. ഇത് ആരൻ എന്നിട്ട് ചർച്ചയും കഴിഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് താഴോട്ട് ഇറങ്ങി പോകുമല്ലോ. അപ്പം അവിടെ ചെന്ന് പിന്നെ വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതാണ്ട് കിടക്കുന്നത്. അവിടെയും സാമ്പാർ, ഏതാണ്ട് മത്തി, കരിമീൻ. ഇവൻ വന്ന കാരണം ഇവരെല്ലാ ആഴ്ചയും ചെല്ലുമല്ലോ. അപ്പോൾ ഇവനുള്ളതുകൊണ്ട് കരിമീൻ മേടിച്ചുകൊണ്ട് ഫാദർ വന്ന് അതുമൊക്കെ ആയിരുന്നു. ഏതാണ്ട് വേറെ കറികളൊക്കെ ആയിരുന്നു. അപ്പം സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മ ഒരു വലിയ ഐസ്ക്രീം പാത്രം നിറച്ച് സാമ്പാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ എന്നിട്ട് അത് അമ്മയുടെ കറിയൊന്നും കൂട്ടാമെന്ന് പറഞ്ഞ് അതാ ശകലം ചൂടാക്കി ഇഡലിയുടെ കൂടെ കഴിക്കുന്നത്. ഇനി 1 മാസം കൂട്ടാനുള്ള സാമ്പാർ അതുകൊണ്ട്. ഇനിയിപ്പോൾ പറയണം അമ്മയോട് സാമ്പാർ ഉടനെ ഒന്നും കൊടുത്തു വിടരുതെന്ന്. ഇത് തീരണ്ടേ, കളയാൻ ഒക്കുമോ? സാമ്പാർ പിന്നെ എനിക്കിഷ്ടമാണ്. സാമ്പാറും ശകലം ഉണക്കമീനും ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്നിങ്ങി കറികളൊന്നും വെക്കണ്ട, ചോറും ഇരിപ്പുണ്ട്. അപ്പോൾ ആരൻ വരുമ്പോഴത്തേക്കിന് ഇഡലി സാമ്പാറും കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് ആ ഇരിക്കുന്ന ചോറെടുത്തൊന്ന് തിളപ്പിച്ച് വിട്ടുക. അല്ല എന്നാണെന്നറിയാവോ, അപ്പോഴേ എടുത്ത് നമ്മൾ ചൂടോടെ കഴിക്കണം. അല്ലെങ്കിൽ മഴയല്ലേ ഇപ്പോൾ ഇവിടെ 24 hours ചാറ്റമഴയിലും ഉണ്ട് കേട്ടോ. അത് കാരണം പിന്നെ ചൂടുള്ള ഭക്ഷണം കഴിക്കണം. ഇന്നലെ ഞാൻ ഉണക്കപ്പം വെള്ളത്തിയിട്ട് അത് പുഴുങ്ങിയെടുത്തു. പക്ഷെങ്കിൽ ആർക്കും ഇവിടെ വൈകിട്ട് ആരന് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. ആരൻ എൻ്റെ വീട്ടിൽ നിന്ന് ശരിക്ക് പകൽ കഴിച്ചത് കാരണം അവന് വൈകിട്ട് വേണ്ടെന്ന് പറഞ്ഞു. സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് പുള്ളി നേരത്തെ കിടന്നു, 9 ആയപ്പോഴേ കിടന്നു. എന്നിട്ട് ആഷറിന് പിന്നെ ഓഫീസിൽ നിന്ന് ഭക്ഷണമുണ്ട്. അവർക്ക് 4 നേരം അവിടെ നിന്ന് കിട്ടും. അപ്പം പിന്നെ ഞാൻ ഓർത്ത് കപ്പ വേവിച്ചിട്ട് എന്നെ അടുക്കാനൊന്നും ഓർത്ത് ഞാൻ കപ്പ വേവിച്ചൊന്നുമില്ല. ഞാനും ഇഡലി എടുത്ത് കഴിച്ചിട്ട് അങ്ങനെ കിടന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലെയും ഇന്നും. ഇന്നലെ കുഞ്ഞൊരു വീഡിയോ ഇട്ടു. ഇന്നലെ ഭയങ്കര പണിയായിരുന്നു. എൻ്റെ പൊന്നു. ആരൻ രാവിലെ 6:45 ഓട്ടോച്ചേട്ടൻ്റെ കൂടെ ചർച്ചിൽ പോയി. ആഷർ 2 മണിക്ക് എഴുന്നേറ്റ് വന്നേ. ഞാൻ ആരൻ പോയപ്പോൾ തൊട്ട് ഇഡലി സാമ്പാറും ഉണ്ടാക്കി കഴിച്ചേച്ചങ്ങ് തുടങ്ങിയ പണിയാണ് എൻ്റെ പൊന്നു. പണിയോട് പണി, തൂരും വാരും. പിന്നെ ഈ അപ്പുറത്ത് വർക്ക് ഏരിയ ഈയിടെ ഒരു പ്ലംബർമാരും 2-3 പേര് വന്നപ്പോൾ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം നമ്മൾ വെച്ചിരുന്നെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും കിടക്കുമായിരുന്നേ. ഫുള്ളും അലവലാതിയായിട്ട്. എനിക്കാണെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടാൽ തലവരും. ഒറ്റയ്ക്കൊട്ട് എനിക്ക് പറ്റത്തുമില്ല. പക്ഷേ ചെയ്തു. മൊത്തം നീറ്റാക്കി അവിടെ നല്ല ക്ലീനാക്കി. ഇനിയിപ്പോൾ അകത്തും പുറത്തും ഒരു പരിപാടിയില്ല. ഇന്നലെയും കൊണ്ട് ഫുള്ളെല്ലാം
നീറ്റാക്കി. ഇനിയിപ്പം ഞാൻ വിത്തൊന്നും ഈയിടെ എങ്ങും പാകുന്നില്ല. ഒരു ഓഗസ്റ്റ് ആകുമ്പോഴേ ഇനി പാകാൻ പറ്റുള്ളൂ. കാരണം എന്നാ ഞാട മഴ വരുമല്ലേ. പാകിയതെല്ലാം കിളുത്തു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ നടക്കാൻ പോയി. അതുകൊണ്ട് ഇന്നലെ ഒത്തിരി പണികളുള്ളതുകൊണ്ട് ഒരു 5:45 ഞാൻ ഫ്രീ ആയത്. അന്നേരം ഞാനും ആരണും കൂടെ നടക്കാൻ പോയതിൻ്റെ മെയിൻ കാരണം, നടക്കാൻ ആ സമയത്ത് അത്രയും താമസിച്ച് പോകാറില്ല, പ്രത്യേകിച്ച് മഴക്കാലത്ത്. പക്ഷെ കൊതുക് തിരി ഞങ്ങൾ മേടിക്കും, മറ്റേ ഈ സാമ്പ്രാണി, കൊതുകിൻ്റെ സാമ്പ്രാണി കിട്ടും, കുന്തിരിക്കം. അപ്പോൾ അത് തീർന്നിരിക്കുമായിരുന്നു. അത് ഞാൻ മുറ്റത്ത് വാതിക്കയിൽ ഒരെണ്ണം, അടുക്കള വശത്ത് ഒരെണ്ണം കത്തിക്കുക. അപ്പോൾ അകത്തോട്ട് കയറത്തില്ല. ഭയങ്കര എഫക്റ്റാണ് ആ പിന്നെ കുന്തിരിക്കത്തിൻ്റെ ഒരു സാമ്പ്രാണിയെ. അപ്പോൾ അതിങ്ങനെ കത്തിച്ചു വെച്ചാൽ അകത്തോട്ട് കയറുകയില്ല. അകത്തോട്ട് കയറിയാലല്ലേ വൈകിട്ട് നമ്മളെ കടിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അത് തീർന്ന കാരണം എന്നാൽ പോയി അത് ഞാനും ആരണം കൂടെ വാങ്ങിക്കുക. അന്നേരം പലചരക്കടയിൽ പോകുമ്പോൾ നടപ്പും ആവുമല്ലോ, ഇവിടുന്ന് കുറച്ച് ശകലം അങ്ങ് പോയാൽ മതി. അപ്പം പിന്നെ നടപ്പും ആകും, സാധനവും മേടിക്കാം. കയറിപ്പോയാൽ കൊതുക് തിരി മേടിക്കാൻ പോയാൽ ഞങ്ങളാണ്, കയറിപ്പോയാൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അന്നേരം അവിടെ ചെല്ലുമ്പോഴും ഓർക്കുന്നത് സോപ്പ് പൊടി തീർന്നു, പിന്നെ എന്താ കംഫർട്ട് തീർന്നു. അങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് ബില്ലടിക്കാൻ വന്നപ്പോഴത്തേക്കിനും പിടിക്കയറിയിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ എനിക്ക് വെയിൽ, മഴ മാറി നിൽക്കുന്ന സമയത്ത് ചെറിയ വെയിൽ കൊള്ളും, എന്നാലും കുഴപ്പമില്ല, ചെറിയ വെയിലേ വരുവുള്ളൂ. മഴക്കാലത്ത് അത്ര വലിയ വെയിൽ. അപ്പോൾ ആ സമയത്ത് എനിക്ക് നമ്മുടെ വിത്ത് പാകിൻ്റെയൊക്കെ പിന്നെ എന്തുവാ പറയുന്നത് കിളുത്ത് വന്നു. അച്ചിങ്ങ കിളുത്ത് വന്നു, വെണ്ട കിളുത്ത് വന്നു, വേറെ തക്കാളിയുടെ കുഞ്ഞിയായിട്ട് കിളുത്ത് വന്നു. അങ്ങനെ ഓരോന്ന് കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അച്ചിങ്ങായിക്ക് നമ്മൾ വള്ളി കയറ്റി കൊടുക്കണം. അഷർ മുറ്റത്തൊരൊറ്റ പന്തലിടാൻ സമ്മതിക്കുകയല്ല. ഇവിടെ സ്ഥിരം മുറ്റത്ത് എപ്പോഴും പന്തലാണ്. എന്നിട്ട് മുറ്റം മുഴുവൻ മേളിൽ ഇങ്ങനെ പന്തലായിട്ട് കിടക്കും. അഷറിന് ഭയങ്കര ദേഷ്യം, ഇരുണ്ടടച്ച് കിടക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പം പഴയ കിണർ പോയതുകൊണ്ട് മുറ്റം എല്ലാം വലിയതായിട്ട് നല്ല വെട്ടവും വിളിച്ചായിട്ടിരിക്കുമല്ലേ. ഇപ്പം അഷർ താക്കീത് ചെയ്തിട്ടുണ്ട്, മേലെ ഇനി ഇവിടെ പച്ചക്കറിയൊന്നും മുറ്റത്ത് ഇങ്ങനെ പന്തലായിട്ടിട്ടേക്കില്ലത്. അപ്പോൾ ഞാനിങ്ങനെ എന്നാ ചെയ്യുമെന്ന് ഓർത്തിരിക്കുക. അപ്പോഴാണ് നമുക്ക് മറ്റേ വെൽഡിങ് അങ്കിൾ വന്ന് ഫെൻസ് എല്ലാം ചെയ്തപ്പോൾ നമുക്ക് തുണിയിടാനായിട്ട് അയ കിട്ടിയത്. പൊക്കത്തിൽ ഇങ്ങനെ കമ്പി കൊടുത്തിട്ട് അതിൻ്റെ പൊക്കത്തൂടെ ഇങ്ങനെ 4-5 കയറ് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നമ്മുടെ ഫുൾ മുറ്റത്തിൻ്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഇങ്ങനെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അല്ല 2 ദിവസം കൂടുമ്പോൾ അലക്കുമല്ലോ. അത്രമാത്രം തുണി ഇത് ഫുള്ളിടാനൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഓർത്തു ഒരു 2-3 കയറ് നമ്മൾ ഈ പന്തൽ കയറ്റാം. അപ്പം അങ്ങ് അറ്റത്തോട്ട് മാറിയാണ് നിൽക്കുന്നത്, നമ്മുടെ ഫെൻസിനോട് അടുത്താണ് നിൽക്കുന്നത്. ആർക്കും ഒരു ശല്യമില്ല, നമ്മുടെ മുറ്റമൊന്നും മറിഞ്ഞു പോകത്തൊന്നുമില്ല. അപ്പം ഞാൻ ഓർക്കുന്ന അങ്ങനെ ആ കയറയിലോട്ട് പിന്നെ ഇങ്ങനെ ക്രോസ് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ പന്തലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചിങ്ങയൊക്കെ നല്ലതായിട്ട് കയറും. മഴയായതുകൊണ്ട് അങ്ങനെ ആവുമെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല വിത്തായിരുന്നു കേട്ടോ, നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട്. ചാണകപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നല്ലോ, അപ്പോൾ കുഴപ്പമില്ല വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് സംരക്ഷിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പച്ചക്കറി മഴയത്ത് നല്ലതായിട്ട് കിട്ടുമല്ലോ. അല്ലാതെ നമ്മൾ മേടിച്ച് ഈ കിഴങ്ങും സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മാത്രം മേടിക്കാവുള്ളൂ, ബാക്കിയെല്ലാം വീട്ടിൽ നടാമല്ലോ. ഇഞ്ചിയുണ്ട് എനിക്ക്, പിന്നെ ഇച്ചിരി മഞ്ഞൾ, ശകലം മഞ്ഞളൊന്നും അങ്ങനെ പുഴുങ്ങി ഉണങ്ങാൻ മാത്രമൊന്നും ഇല്ല. അതൊക്കെ നമുക്ക് ചെയ്യാം. അത് ഞാൻ ഇതുവരെ അത്രമാത്രം അങ്ങ് വലിയ മഞ്ഞൾ കൃഷിയുടെ അങ്ങോട്ട് വന്നിട്ടില്ല. ഇനിയിപ്പം കുറച്ചൊക്കെ മഞ്ഞൾ അങ്ങനെ കണ്ടമാനം ആവശ്യമില്ലല്ലോ, എന്തിനാ. ഇഞ്ചിയാണെങ്കിൽ നല്ലതാണ്, ഇഞ്ചി ഒത്തിരി ആവശ്യമുണ്ടല്ലോ. ഇഞ്ചി കുറച്ചങ്ങ് നട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് എളുപ്പം, ഇന്ന് കറികളൊന്നും വെക്കണ്ട, ചോറ് ഉച്ചയാകുമ്പോൾ തിളപ്പിച്ചാൽ മതി. ഇപ്പം ഇഡലിയും സാമ്പാറും കഴിച്ചിട്ട് എനിക്ക് മഴ ചാറ്റിൽ നിന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു തൊപ്പിയും വെച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ ക്രോസ് ഇങ്ങനെ പന്തൽ കെട്ടാമെന്ന് വിചാരിച്ചാൽ മഴ നനയാതെ ഒരു തൊപ്പി വെച്ചുകൊണ്ട് പോയാൽ മതിയല്ലോ. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ, എപ്പോഴും മഴയാണ്. അപ്പം പറ്റിയ ഇതുണ്ടോ, ഇത് പൗഡർ ഇരിക്കുന്ന ഞാൻ മുഖത്തിട്ട് കഴിഞ്ഞ് മിച്ചം വന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ കൈ രണ്ടോടെ ഇവിടെ അങ്ങ് തൂത്തുതേ. അയ്യോ ആ ഡിസൈന്. അപ്പോൾ ഒത്തിരി മെലിഞ്ഞ് ഇതുണ്ടോ, ഈ എല്ല് കണ്ട് ഇന്നലെ പലചരക്കടെ ചെന്നപ്പോൾ അവിടുത്തെ ആ അച്ചായനില്ലേ ഇങ്ങനെ പല്ല് കാണിക്കാൻ ഇങ്ങനെ ചിരിച്ച് കാണിച്ചേ, ഞങ്ങളുടെ പലചരക്കടയിലെ അപ്പച്ചൻ എന്നോട് പറയാം, ആ പാല് ഞാൻ എടുത്തില്ല, പാലെടുക്കാത്ത എന്നാന്ന് ചോദിച്ചു. ഞാൻ എപ്പോഴും 2 പാലും ഒരു തൈരും ഒക്കെ ഞങ്ങൾ പോകുമ്പോൾ എടുക്കുന്നതല്ലേ.
പാല് എടുത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു എന്നെ. അപ്പം ഞാൻ പറഞ്ഞു പാലൊന്നും വേണ്ട, എനിക്ക് താല്പര്യമില്ലെന്ന് പറയാം. എന്നെ ആ പാല് കൂടി നിർത്തിയോണ്ടാണ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയെ. ഞാൻ പറഞ്ഞു ക്ഷീണിച്ചോ, പിന്നെ അല്ലാതെ പാലൊക്കെ കുടിക്കണ്ടേ. പാവം, നല്ല സ്നേഹമാണ്. അപ്പം ഞാൻ ഓർത്ത് രാവിലെ കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് വീഡിയോ അങ്ങ് നിർത്തിയേക്കാം എന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും വീഡിയോ കാണണേ, സബ്സ്ക്രൈബേഴ്സും കൂടണം. വാച്ച് ടൈം സബ്സ്ക്രൈബേഴ്സിനേക്കാൾ ഇപ്പം വാച്ച് ടൈം ഓവർ ഒന്ന് റെഡിയായി വരണമെന്നേ. അതാ ചങ്കി തീ ഒന്നായി ടെൻഷൻ അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ, ഇനിയിപ്പം നനഞ്ഞ് ഏതാണ്ട് പറയത്തില്ലേ, കുളിച്ച് കയറി അങ്ങനെ ഏതാണ്ട് അന്ന പോലെ വയ്ക്കാതെ ഇറങ്ങിപ്പോയില്ലേ. പിന്നെ ഒരു കാര്യം, യൂട്യൂബ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, എല്ലാ മനുഷ്യരും യൂട്യൂബ് ചെയ്യുന്നുണ്ട്. കണ്ടൻറ്റൊക്കെ പല വ്യത്യാസമാണെന്നുള്ളൂ, എല്ലാവരും ചെയ്യുന്നില്ലേ. അപ്പം ഒരുപാട് പേര് യൂട്യൂബേഴ്സ് ഇല്ലേ, കോടിക്കണക്കിന് ആൾക്കാർ. പിന്നെ ഞാനൊരാൾ ചെയ്തതിന് എന്നെ ക്രൂശിക്കേണ്ട കാര്യമൊന്നുമില്ല. യൂട്യൂബ് ഇപ്പം ഞാൻ കണ്ടില്ല, പിള്ളേർ പോയി, ഞാനിവിടെ ഓമ പോലെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് പ്രാർത്ഥിക്കാൻ 24 മണിക്കൂറും കുത്തിപ്പിടിച്ച് ആരെയും പ്രാർത്ഥിക്കത്തില്ല. നമ്മളൊരു 2 മണിക്കൂറിൽ കൂടുതൽ ഇരിക്കുകയില്ല. അപ്പോൾ ബാക്കി ടൈം ഈ പിള്ളേർ വരുന്നവരെ എനിക്ക് എന്ത് ബോറടിയാണ്. ജോലി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് ജോലി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ദൈവമായിട്ട് എനിക്ക് തന്ന ഒരു ബോറടി മാറ്റാൻ തന്ന ഒരു പ്ലാറ്റ്ഫോം അത് തന്നെയല്ലേ. എനിക്ക് വരുമാനം ഇല്ലല്ലോ, എനിക്ക് വരുമാനം ആവശ്യമുണ്ട്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു വരുമാനം ദൈവം കാണിച്ചു തന്നാണ്. അപ്പം ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം വൃത്തിക്ക് ചെയ്ത് അത് പിന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ കാണണ്ട, അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത്. ഇത് ഉമ്മ കുറ്റപ്പെടുത്തും. പിന്നെ ആരാ അസൂയക്കാരാ, പിന്നെ ചില വിഷമക്കാരുണ്ടല്ലോ, ആരുടെ നെഞ്ചത്തോട്ടാ കയറണ്ടേന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കാമല്ലോ. പച്ച മലയാളത്തിൽ പറഞ്ഞു പോയത് അത്രയ്ക്ക് കലിപ്പും സങ്കടവും വരിക. എന്തിനീ മറ്റുള്ളവൻ്റെ കാര്യം തരും. ഞാൻ എങ്ങനെയും ഒന്ന് ജീവിച്ചു പോക്കോട്ടെ. പ്രാർത്ഥിക്കുന്നവർക്ക് തന്നെ യൂട്യൂബ് തുടങ്ങാൻ വരുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. അന്തസ്സായിട്ട് പണി ചെയ്ത് ജീവിക്കും. യൂട്യൂബ് ഒരു ജോലിയാണ്. എന്ത് പാടാണ്, ലോകത്തെ എല്ലാ ജോലിയേക്കാളും പാടാന്ന് തോന്നുന്നു യൂട്യൂബിൻ്റെ. എന്ത് പാടാന്നറിയാം, ഒന്ന് ചെയ്ത് നോക്കാം, അപ്പോൾ അറിയാം. നമ്മളൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടിപ്പെട്ട പാട് എനിക്കേ അറിയത്തുള്ളൂ. എനിക്ക് 3 വർഷം കൊണ്ട് 1000 പേരായത്. ചിലർക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ടാവും. ഒരു വീഡിയോ ഇടുമ്പോഴേയാണ് നമ്മൾ ഓരോരുത്തർ പിന്നെ തലേവര പോലെ, അതൊക്കെ ഓരോരുത്തർ ലക്ക് പോലെ. നമ്മളെന്ത് കഷ്ടപ്പെട്ട് ഇപ്പം 3 വർഷം ആകും ഉടനെ. 2021 തുടങ്ങി. ഇപ്പോൾ ഉടനെ 3 വർഷം ആകാൻ പോവുക. അന്നേരം നമ്മളെന്ത് പാടുപെട്ട ഇതെല്ലാം ചെയ്യുന്നേ. പിന്നെ അങ്ങനെ നിർത്തിയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കാര്യത്തിന് നല്ല അന്തസ്സുള്ളൊരു കാര്യം യൂട്യൂബ്. അതിനകത്ത് നമ്മൾ അന്തസ്സില്ലാത്തൊന്നും ഇടാതിരുന്നാൽ മതി. അപ്പം പിന്നെ അത് നല്ല കാര്യം, നല്ലൊരു ജോലിയാണ്. നമുക്ക് സമയം പോക്കൊണ്ട് വരുമാനം കിട്ടും, മനസ്സിന് നല്ല ഇതുണ്ട്. എപ്പോഴും ചുമ്മാ വല്ലവൻ്റെയും വീട്ടിൽ പോയി നിരങ്ങി നുണയും പറഞ്ഞ്, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് വേണ്ടാതീനവും പറഞ്ഞ്, പിന്നെ നുണയും പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല. നമ്മൾ നമ്മുടെ വീട്ടിലെ പണിയും തീർപ്പിച്ച് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് അല്ലേ, നമ്മുടെ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫോ അല്ലെ വ്ളോഗോ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. അതിപ്പം ആസ്വദിക്കും. ഇത് വീഡിയോ വരാൻ നോക്കിയിരിക്കുന്നവരുണ്ട്. നമ്മൾ ഇട്ടില്ലെങ്കിൽ നമ്മളോട് ഒന്ന് വീഡിയോ ഇട്ടില്ലേ എന്ന് വേറെ ഏതെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ്, അതായത് നമ്മളുടെ ഫോൺ നമ്പർ അറിയാൻ മേലാത്തൊരു വേറെ ഏതെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ട് ചോദിക്കുന്നവരുണ്ട്. നമ്മളത് വൈറ്റി സ്റ്റുഡിയോയിൽ പോയി, എപ്പോഴും ഞാൻ അങ്ങനെ വൈറ്റി സ്റ്റുഡിയോയിൽ പോയി നോക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ കമൻറ്റ് കാണുമ്പോൾ ഞാൻ ഉടനെ പിന്നെ എന്തേലും ഒരു കണ്ടൻറ്റ് ഇട്ട് ഒരു കുഞ്ഞ് വീഡിയോ ആണെങ്കിലും ഇടും. ഇന്നലെ അങ്ങനെ വീഡിയോ ഇട്ടില്ല, ശരിയാകത്തില്ലോ എന്ന് വെച്ച് നടക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞു എക്കാലം ഭാഗ്യത്തിന് ഫോൺ കയ്യിലെടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു, കുഞ്ഞു നമുക്കെന്നാ നടക്കുന്നത് അങ്ങ് ഒരു 1-2 മിനിറ്റ് ഇട്ടേക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ, മേനാശ്ശേരിയിൽ എന്ന് പറയുന്ന ആയുർവേദ ഫാർമസി. ഒരു വർഷങ്ങളായിട്ടുള്ള പണ്ടനാ തൊട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറം. അപ്പം നടക്കാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതും ഒന്ന് കാണിച്ചു. നമ്മുടെ പലചരക്ക് കടയും മൈലാഞ്ചി ഓടിക്കുന്നതും എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലെ ആ പട്ടിയും അങ്ങനെയൊക്കെ
അത്രയും മാത്രം ചുമ്മാ ഒന്ന് കാണിച്ച് വീഡിയോ അങ്ങ് വീട്ടിൽ വന്നപ്പം എഡിറ്റ് ചെയ്തങ്ങ് ഇട്ടേക്കുള്ളൂ. അപ്പോൾ യൂസർ എന്നും പറഞ്ഞു ഞാൻ പറയത്തില്ല, യൂസർ എന്നും പറഞ്ഞ് ഇങ്ങനെ ഈ ഫേക്ക് ഐ ഡി എന്ന് വെച്ചാൽ എന്തു പറയുന്നത്, സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോൺ വന്നേ. ഞാൻ പിന്നെ സംസാരിച്ച് ഇപ്പോൾ തീർന്ന ഉടനെ സമയം നോക്കുമ്പോൾ 10:22 ഇപ്പം 10:31. അപ്പം ഞാൻ ഓർത്തു മുടിയുണ്ട് അഴിച്ചിട്ടപ്പോഴല്ലേ വൃത്തികേട് പോയെ, കഴുത്ത് തുറന്ന ഉടുപ്പായിട്ട് എൻ്റെ എല്ലും എല്ലാം പൊങ്ങി നിന്നിട്ട് മഹാവൃത്തികേട്. ഞാൻ പോണിറ്റെയിൽ കെട്ടിയിരിക്കുമായിരുന്നേ, ബോയം വെച്ചേക്കുമായിരുന്നേ. ഞാൻ അഴിച്ചങ്ങിട്ട് എനിക്ക് ഏതാണ്ട് പോലെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ട് അങ്ങ് ക്ഷീണിച്ചു അല്ലേ, കണ്ണും മുഖമൊക്കെ ഇതായി, കണ്ണൊക്കെ കുഴിഞ്ഞിരിക്കുന്നല്ലേ. എല്ലാം കഴിക്കണം എൻ്റെ പൊന്നോ. എരിച്ചിൽ വന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ഏമ്പക്കമൊക്കെ ആയിട്ട് കുളിച്ചതായിട്ടായിട്ട് വല്ലാതെ അയ്യോ ഏതാണ്ട് പോലെ. മുഖം മെലിഞ്ഞോട്ടെ നല്ലതാണ്, പക്ഷെ ഇവിടെ ഇങ്ങനെ എല്ല് മുങ്ങിയിട്ട് തുറന്ന ഉടുപ്പൂടെ ആയപ്പോഴേ കഴുത്ത് തുറന്നു. ഞാൻ ഈ ഹൈനക്ക് കുർത്തിയല്ലേ എപ്പോഴും ഇടുന്നത്, അപ്പം ഇതിങ്ങനെ തുറന്ന കഴുത്തായതുകൊണ്ട് ഭയങ്കര ക്ഷീണിച്ച് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ മുടി അഴിച്ചിട്ട്. മുടിയുണ്ട് കറുത്തല്ലേ ഇരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ മറ്റേ നമ്മുടെ സാധനങ്ങളെല്ലാം കൂടെ ഇട്ട്, അപ്പം ഞാൻ ഇന്നലെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് ഒരു 12 മണിയൊക്കെ ഉച്ചയായപ്പോൾ ഞാൻ അതുപോലെ തന്നെ മിക്സ് ഉണ്ടാക്കി. പിന്നെ ഒരു 2 ദിവസം അങ്ങനെ ഇരുന്നോട്ടേ എന്ന് കരുതിയേ. കൂടുതൽ ഇരിക്കും തോറും നല്ലതല്ല. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തല്ലല്ലോ, എനിക്കില്ലായിരുന്നല്ലോ, പക്ഷെ പാലപ്പത്തിൻ്റെ ഒരു ചട്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇരുമ്പ്. അപ്പോൾ ഇന്നലെ ഞാൻ അതെടുത്ത് നല്ല തേച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് അതിനകത്ത് മിക്സ് ഉണ്ടാക്കി, അടുപ്പത്ത് വെച്ച് മിക്സ് ഉണ്ടാക്കി. പിന്നെ നമ്മുടെ അജിത കൊച്ച് പറഞ്ഞില്ലേ, പിന്നെ ചിരട്ട കരിച്ച് അതിൻ്റെ ചിരട്ടക്കരിയും കൂടെ പിന്നെ പൊടിച്ച് നമ്മൾ തെള്ളിയെടുത്ത് അതിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്യണമെന്ന്, അങ്ങനെ അതുകൂടെ ചെയ്ത് പിന്നെ മിക്സ് ചെയ്ത് വെച്ച് ഞാൻ ഇച്ചിരി രാസനാദിപ്പൊടിയില്ലേ അതുകൂടെ ഇട്ട്. കാരണം ഇതെല്ലാം കൂടെ ചെല്ലും മഴക്കാലമൊക്കെ ഇല്ല, നമുക്കിനി വല്ല തലയ്ക്ക് തണുപ്പോ ഇതൊക്കെ വന്ന് ജലദോഷ കഫമൊന്നും വരണ്ടല്ലോ, അതിനു വേണ്ടി ഞാൻ അങ്ങനെ രാസനാദിപ്പൊടിയും കൂടെ ഇട്ടു. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇന്ന് ആ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, നോക്കേ ഡീറ്റെയിൽ ആയിട്ട് എന്നാക്കിയായിരുന്നു ഇൻഗ്രീഡിയൻസ്. ഇന്ന് ഞാൻ ആ പേജൂടെ ഫോട്ടോ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇതിനകത്ത് കൊടുക്കാം കേട്ടോ, നമ്മളുടെ വീഡിയോയ്ക്കകത്ത് കൊടുക്കാമേ. അപ്പോൾ പ്രീതി കൊച്ച് ഇപ്പം ഞാൻ ചുമ്മാ വൈറ്റി സ്റ്റുഡിയോ നോക്കിയേ, അന്നേരം പ്രീതി കൊച്ച് എഴുതിയിരിക്കുന്നു. ഇതെന്നാ വീഡിയോ കണ്ട് വലിയ ആസ്വദിച്ച് വന്നപ്പോൾ തീർന്നു പോയി. ഇന്നലത്തെ ഒരു മിനിറ്റ് മിച്ചമേ ഉള്ളായിരുന്നല്ലോ ഇന്നലത്തെ വീഡിയോ. അപ്പോൾ അതങ്ങോട്ട് കണ്ടു വന്നപ്പോൾ ഒന്നാമത് ഞങ്ങളുടെ ഈ പ്രദേശമൊക്കെ മൂന്നാറ് പോലെയൊക്കെ ഇങ്ങനെ നല്ല രസമാണ്, നല്ല മരങ്ങളും ഒക്കെയല്ലേ. അപ്പം അങ്ങനെ വഴിയും ഇതും എല്ലാം കണ്ട് ആസ്വദിച്ച് വന്നപ്പോൾ അങ്ങ് തീർന്നു പോയി, അതുകൊണ്ടായിരിക്കും. ഇനി തൊട്ട് ഇപ്പം ക്ഷമിച്ചേക്കാം, ഇനി തൊട്ട് ഒരുപാട് ലെങ്തുള്ള വലിയ വീഡിയോ ഇടണമെന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു കമൻറ്റ് വൈറ്റി സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഓർത്ത് ഇച്ചിരി കൂടെ കാര്യം പറഞ്ഞേച്ച് പ്രീതിയുടെ കാര്യവും പറഞ്ഞിട്ട് അങ്ങ് നിർത്താമെന്ന്. പ്രീതി യൂട്യൂബർ അല്ല, പക്ഷെങ്കിൽ നല്ലതായിട്ട് നമ്മുടെ വീഡിയോ വരുമ്പോഴേ നോട്ടിഫിക്കേഷൻ ചെല്ലുമ്പോഴേ ചാടി കണ്ട് പാവം അതിനും എന്ത് ജോലിയും തിരക്കും വീട്ടിലുള്ള, എന്നിട്ട് അത് കണ്ട് എല്ലാത്തിനും നല്ല മറുപടി ഇടും കേട്ടോ, എൻ്റെ ദൈവമേ കമൻറ്റും ഒക്കെ ഇടും. അപ്പോൾ ആരൻ വന്നു, ആവി പിടിപ്പിച്ചിട്ട് ഞാൻ ഇഡലിയും സാമ്പാറും കൊടുത്തിട്ട് ഇപ്പോഴോർത്ത് ഞങ്ങളുടെ ചർച്ചിലെ ഒരു അങ്കിളിൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പം ആഷറിൻ്റെയൊക്കെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, ആഷറിൻ്റെ സൺഡേ സ്കൂൾ സാറിൻ്റെ മോനും കൂടെ. അപ്പം ഞാൻ എനിക്കാണെങ്കിൽ വലിയ മടിയാണ് ഈ കല്യാണവും പോക്കും എല്ലാം. അപ്പം ഞാൻ ഓർത്തു ആരൻ ഇപ്പം നേരത്തെ വന്നല്ലോ, എന്തായാലും 12 മണി വരെ ആരനുള്ളതല്ലേ, അപ്പോൾ ഇന്ന് ഒരു പീരീഡേ ഉള്ളൂ, നേരത്തെ വന്നല്ലോ. അപ്പോൾ ആരനെ ഒന്ന് ഇഡലിയും കഴിപ്പിച്ച് തീരാറാകുമ്പോഴത്തേക്ക് വിടാം, അല്ലെ കൊച്ചു ഓട്ടോക്കാരന് ഒത്തിരി വെയിറ്റ് ചെയ്യത്തുമില്ല. ഈ പെന്തക്കോസ്ത് കല്യാണമല്ലോ 1 മണി വരെ ഉണ്ട്, പിന്നെ കഴിപ്പൊക്കെ പിന്നെ 1:30-2 മണി വരെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഓട്ടോ ഇപ്പോഴേ പോയാൽ ഓട്ടോ വെയിറ്റ് ചെയ്തേ പിന്നെ ഒത്തിരി വെയിറ്റിംഗ് ചാർജൊക്കെ കൊടുക്കണ്ടേ. അന്നേരം ഒരു 12:15 ഇവിടുന്ന് പോയാൽ ഒരു 12:30 കഴിയുമ്പോൾ അവിടെ എത്തും. അപ്പോൾ ചെന്ന ഉടനെ കല്യാണവും തീർന്ന് കഴിച്ച് പെട്ടെന്ന് ഇനി പോരാ. അപ്പം ആരനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇഡലി കഴിക്കുന്നില്ലേ? ഇഡലി ഒത്തിരി കഴിക്കണ്ട, അപ്പം കല്യാണത്തിന് പോയി കഴിക്കാൻ പറ്റത്തില്ല. ആരന് കല്യാണത്തിന് പോയി കഴിപ്പൊക്കെ ഇഷ്ടമാണ്, പക്ഷേ
അത് വെറൈറ്റി പുള്ളിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളത് കണ്ടമാനം അങ്ങ് കഴിക്കുകയും ചെയ്തോളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഇഡലി സാമ്പാറും കഴിച്ച് വയറ് നിറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പോയി കല്യാണത്തിന് പോയി വെറുതെ ആയിപ്പോയി. അത് കാരണം അപ്പം പിന്നെ ഞാനോർത്ത് അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് അങ്ങ് വിട്ടേക്കാം. അപ്പോൾ പിന്നെ ഇന്ന് എൻ്റെ കഴിപ്പ് കണക്കാണ് ഉച്ചയ്ക്ക്. എനിക്കിപ്പോഴല്ലേ, ഞാൻ കുറച്ച് മുമ്പല്ലേ ഇഡലി കഴിച്ച്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുകയല്ല, മടിയാണ്. ഉച്ചയ്ക്ക് പിന്നെ ഗുളികയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കഴിച്ചില്ലേലും. കുറേ വെള്ളം കുടിച്ച് അങ്ങ് നിന്നാൽ മതി. ഒരു ആപ്പിൾ കഴിക്കാം. ഇപ്പോൾ തണ്ണിമത്തനെടുത്ത് വെച്ചിരുന്ന ഫുള്ളും കഴിച്ചു. അതും എനിക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഇച്ചിരി കുറേ വെള്ളമോ ഇത് മതി ഇപ്പം. അല്ലെ കട്ടൻ ചായ, കട്ടൻ കാപ്പി ഒത്തിരി കുടിക്കുന്നതുകൊണ്ടായിരിക്കും ഇപ്പം ഈ നെഞ്ചരിച്ചിൽ കൂടുന്നതെന്ന് തോന്നും. അത് നിർത്തുക. കട്ടൻ ചായയാണ് ഒരു കുഴപ്പമില്ല, നമ്മളിങ്ങനെ ദഹിക്കും, നമുക്ക് നല്ല ദഹനമാണ്. ഒരു നാരങ്ങയും കൂടെ ഒക്കെ പിഴിഞ്ഞൊഴിച്ചാൽ നല്ല. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മളുടെ വീടിൻ്റെ വാതിക്കെ നമ്മളുടെ പാളംകുടമ്പഴത്തിൻ്റെ കൊലയുടെ അറ്റത്ത് ചുണ്ട് നിൽക്കുന്നു കുടപ്പൻ, അത് ഒടിക്കാനുണ്ട്. ചേട്ടൻ്റെ കുഞ്ഞൊരു കൊല ഇങ്ങോട്ട് നിൽക്കുന്നു. ചേട്ടനൊന്നും നിറച്ചു വാഴയാണ്, അവരൊന്നും ഇത് എപ്പോഴും ഒന്നും ഉപയോഗിക്കത്തില്ല. അപ്പോൾ എപ്പോഴും ഒടിച്ച് വേണമെങ്കിൽ നമ്മുടെ ഇങ്ങോട്ട് ഇടുക, ഞാൻ എടുത്തോട്ടെന്ന് കരുതി. ഞാൻ പറഞ്ഞിട്ടുണ്ട് കളയരുതേ, എനിക്കിഷ്ടമാണ് തന്നേക്കണേന്ന്. അതുകൊണ്ട് ഒടിച്ചാണെങ്കിൽ ഇങ്ങോട്ട് ഇടും കേട്ടോ. പിന്നെ ഞാനത് ഒടിക്കാൻ നേരം ചോദിച്ചിട്ടേ എടുക്കുള്ളൂ. അതുകൊണ്ട് അപ്പുറത്ത് ഉപ്പാപ്പൻ്റെ തൊട്ടിപ്പുറത്ത് ഉപ്പാപ്പൻ്റെ സ്ഥലം, അവർക്കും ഇഷ്ടംപോലെ വാഴ, എല്ലാവർക്കും ഇവിടെ ഒത്തിരി സ്ഥലമുണ്ടല്ലോ. അന്നേരം അവിടെയും ഞാൻ ചോദിക്കാതെ എടുക്കത്തില്ല. എന്നോട് ഉപ്പാപ്പൻ 2 വർഷം മുമ്പ് മരിച്ചുപോയി. എന്നാലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഈ ഭാഗത്തുള്ളതൊക്കെ നീ ഒടിച്ചെടുത്തോണമെന്ന്, അതിനൊരു കുഴപ്പവും ഇല്ല, നീ എടുത്തോണം, അതിനെന്നെ ആവശ്യത്തിന് എടുത്തോണമെന്ന്. പാവമാട്ടോ ആയിരുന്നു, മരിച്ചുപോയില്ലേ. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഞാനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. എൻ്റെ കരച്ചിൽ കണ്ടിട്ട് സങ്കടം വരുന്നു. എൻ്റെ കരച്ചിൽ കണ്ടിട്ട് എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് സങ്കടത്തിൽ കരച്ചിലായിരുന്നു. അമ്മയ്ക്ക് കുറേ ദിവസത്തേക്ക് സങ്കടമായിരുന്നു കാരണം എൻ്റെ കരച്ചിൽ കണ്ടിട്ട്. നല്ല സ്നേഹിക്കുന്നവരെ നമുക്ക് ഭയങ്കര ഇതല്ലേ, ഭയങ്കര. ഇന്നലെ ഞാൻ ഉപ്പാപ്പൻ്റെ അവിടെ നടന്നു വന്നപ്പോഴത്തേക്കിനും നടന്നിട്ട് തിരിച്ചു വന്നപ്പം കൊച്ചമ്മ ജീവനോടെ ഇരിപ്പുണ്ട്. കൊച്ചമ്മ നല്ലതായിട്ട് പ്രായമായി, പക്ഷെ നടന്ന് മിടിക്കായിട്ട് നൈറ്റിയൊക്കെ ഇട്ട് നല്ല വെളുത്ത് സുന്ദരിയാണ്. ഫുൾ മുടി നിറച്ച് വെളുത്ത മുടി, നല്ല രസമാണ് കാണാൻ മുഖം. അല്ലെങ്കിലും നല്ല മൊത്തം നല്ല വെളുത്ത നല്ല സുന്ദരിയാണ്, ഐശ്വര്യ കാണാനേ. നല്ല വറകലം പോലെ മോന്തയൊന്നുമല്ല, കുശുമ്പിയല്ല, നല്ല മനുഷ്യത്തി. അതുകൊണ്ട് നല്ല രസമാണ് കാണാൻ, മുഖത്ത് നല്ല ശോഭയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഭർത്താൻ എന്നാ ഇഷ്ടമാണെന്ന് പറയും ഞാൻ ചെല്ലുന്നത്, എന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കും, പാട്ട് പാടിപ്പിക്കും. ഇന്നലെ ഞാൻ നടക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയല്ലേ ഇരുട്ടി. ഞങ്ങൾ വീട്ടിൽ കയറി വരുമ്പം 8 മണിയോളം ആവുന്നു. ഒത്തിരി നേരം 1 മണിക്കൂറോളം ഇരുന്ന് കൊച്ചമ്മയോട് സംസാരിച്ചു, ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞ്, നാത്തൂനാരോട് ഒത്തിരി നേരം വർത്താനമൊക്കെ പറഞ്ഞ്. പിന്നെ അങ്ങനെ എനിക്ക് ഇന്നലെ ഒത്തിരി തൊട്ടപ്പുറത്തെ വീടാണേലും നടക്കാൻ പോകുമ്പോഴൊക്കെ കാണുമെങ്കിലും അവരെ പുറത്ത് കണ്ടാലല്ലേ, ഞാൻ അകത്തോട്ടൊന്നും ഞാൻ ആരും വീട്ടിൽ കയറത്തുമില്ല, സംസാരിക്കുക, പുറത്ത് നിന്നുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഒന്നും അവരെ കാണുന്നില്ല. അപ്പോൾ പിന്നെ ഇന്നലെ കണ്ടപ്പം പിന്നെ വാതിക്കയിൽ അവർ നിൽപ്പുണ്ടായിരുന്നു. കണ്ടപ്പോൾ പിന്നെ എന്നെ വിളിച്ച് ഞാൻ അകത്തോട്ട് കയറി തിണ്ണയിലിരുന്ന് സിറ്റൗട്ടിലിരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞിട്ട് പോന്നു. എനിക്ക് കുറച്ച് ദിവസമായിട്ട് കൊച്ചമ്മയെ കാണണമെന്ന് ആഗ്രഹമായിരുന്നു ഭയങ്കര. ഈ അടുക്കള വശത്തൊന്നും വന്ന് നിൽക്കുകയല്ല, നടന്നാൽ തെന്നി വീഴുന്നതിന് അവർ വഴക്ക് പറയുക. കാരണം അടുക്കളയിലോട്ടൊന്നും നടന്നു വരുകയല്ല. സിറ്റൗട്ടിൽ പോയി കസേരയിലിരുന്ന് വഴി കൂടെ പോകുന്നവരെയൊക്കെ വാന്ന് ഇങ്ങനെ വിളിക്കുമെന്ന് ഇന്നലെ നാത്തൂൻ പറയുമായിരുന്നു. എല്ലാവരും അമ്മച്ചി അമ്മ കിടന്ന് ഇങ്ങനെ വിളിക്കുമെന്ന്. എല്ലാവർക്കും സമയമുണ്ടോ വന്നിരിക്കാൻ, ഒത്തിരി സമയമെന്നൊക്കെ പറയുമായിരുന്നു. എനിക്കാണെങ്കിൽ അങ്ങനെ ഞാൻ ഒത്തിരി ഒന്നും അങ്ങനെ ആരുടെ വീട്ടുകളിൽ കയറി ഇരുന്നുള്ള ഒരു പരിപാടിയില്ല. പോകുമ്പോൾ കാണുമ്പോൾ ഹായ് ഹൂയ് ഇത്രയേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല വീടുകളിൽ കയറിയിരുന്ന് സംസാരിക്കുന്നത്. അന്നേരം ആ സന്തോഷം ഇന്നലെ ഒത്തിരി സംസാരിച്ചതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ പ്രീതി കൊച്ചേ വേണ്ടേ ഇന്ന് വീഡിയോ കണ്ട് മടുക്കും, ഒത്തിരി നേരം ഉണ്ട് കേട്ടോ, സഹിച്ചോണം. ഇനിയിപ്പം നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കര ഉമ്മ ഫുൾ വീഡിയോ കാണണേ, സബ്സ്ക്രൈബും ചെയ്യണേ, ലൈക്കേലൊന്ന് തൊട്ടേ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇനി ഞാനിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കും, ജയക്കൊച്ച് പറയുന്ന പോലെ. ലൈക്കേലൊന്ന് തൊട്ടേ, ലൈക്ക് ബട്ടൺ ഞെക്കിക്ക് ലൈക്ക് ചെയ്തേ. ഇനി കമൻറ്റ് ബോക്സിൽ വാ, എന്നിട്ട് അവിടെ വന്ന് കമൻറ്റ് ചെയ്തേ, തെറിയാണേലും ശരി കമൻറ്റ് ചെയ്യേ.
ചെയ്തോ, കമൻറ്റ് ചെയ്യുക, എളുപ്പം ചെയ്യും. എന്നിട്ട് സബ്സ്ക്രൈബ് ഞെക്കിക്കുക, സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്തോ. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എളുപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേ. എൻ്റെ ആരണ്ണും അശ്വറിനും വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പിള്ളേർ ഈ തുമ്മലൊന്നും മാറാൻ പ്രാർത്ഥിക്കും. മനുഷ്യൻ എനിക്ക് ചങ്ക് മടപടാന്നിരിക്കും. എനിക്കിങ്ങനെ ഈ തുമ്മുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് എപ്പോഴും ഒരു അസ്വസ്ഥതയല്ലേ. എന്നിട്ട് എനിക്ക് ഇറിറ്റേറ്റ് ചെയ്യും. എനിക്കിങ്ങനെ തുമ്മാൻ വരുന്ന പോലെ തോന്നും. എനിവേ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. മഴയൊക്കെയാ. അശ്വർ കഴിഞ്ഞ ദിവസം സ്കൂട്ടറിൽ അലച്ചു കെട്ടി വീണ് മുട്ടെല്ലാം തൊലിപോയി, ആകെ വിഷയായി. വണ്ടി എൻ്റെ സ്കൂട്ടർ മുഴുവൻ ഉരച്ച് നശിപ്പിച്ചു. ടയർ മുട്ടയായിരുന്നെന്ന് സ്കിഡായി. ഈയിടെ ടയർ മാറിയതാണേ. അപ്പോൾ ഏതാണ്ട് സെക്കൻഡ് ടയറാണ് മേടിച്ചിട്ട്. ഞാൻ ഇന്ന് വരെ സെക്കൻഡ് ടയർ മേടിക്കത്തില്ലാത്ത ആളാണ്. ദൈവം സഹായിച്ചു പുത്തൻ ടയർ ഇട്ട ഇന്ന് വരെ 2011 എൻ്റെ സ്കൂട്ടർ വാങ്ങിച്ചത്. ഇന്ന് വരെ പുതിയതാണ്. ദൈവം സഹായിച്ചു കേട്ടോ വാങ്ങിച്ചിട്ടുള്ള. ഈ ചെറുക്കൻ എളുപ്പത്തിന് സെക്കൻഡ് മേടിച്ചു. ഫ്രണ്ടിലെയും ബാക്കിലെ. ഫ്രണ്ടിലെ മുട്ടയല്ലായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. ബാക്കിലത്തെ കളിപ്പീരായിപ്പോയി. മോനെ പറ്റിച്ചു അതിയാൻ. പിന്നെ എന്നിട്ട് കൊച്ച് അലച്ചു കെട്ടി സ്കിഡായി, അലച്ചു കെട്ടി വീണ് മുട്ടും മുഴുവൻ 2 ദിവസമായിട്ട് ഇങ്ങനെ ഏന്തി നടക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ഇതന്നെ ഇങ്ങനെയെന്ന്. അപ്പം ഇന്നലെയാ പൈപ്പിൻ ചോട്ടിൽ നിന്ന് ഷൂ ഒരു ചെരുപ്പ് അവൻ്റെ ഇട്ടുകൊണ്ട് പോയത് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ മുട്ടിനിട്ട് തരുതരെ ഇങ്ങനെ തൊട്ട് നോക്കുന്നു. അപ്പോൾ എനിക്ക് നമുക്ക് അയ്യോ, ഞാൻ ഭയങ്കര ഇങ്ങനെ പിള്ളേരെ കെയർ ചെയ്ത് ഇങ്ങനെ നടത്ത് അവർക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ കെയർ ചെയ്യുന്ന ആളാണ്. എനിക്കറിയാം എവിടെ എന്നാ ഉണ്ടെങ്കിലും. ഞാൻ ഉടനെ ചോദിച്ചു, മോനെ എന്നാ പറ്റി മുട്ടിന്? എടാ എന്നാ പറ്റിയടാ? ഉടനെ അവിടെ ഇങ്ങനെയൊക്കെ അവിടെ. ഞാൻ ചോദിച്ചു അവിടെ എന്നത്? അല്ല ഒന്ന് ഉടനെ ഞാൻ തുടങ്ങി, എൻ്റെ അമ്മോ ഇതെന്തുവാ, എന്നാ പറ്റിയേ, വണ്ടിയേന്നാണോ? തുടങ്ങി കൊച്ചു പടപടാ ചങ്കിടിക്കുക, പേടിയാ. എന്നിട്ട് പിന്നെ പതുക്കെ എല്ലാം കണ്ടു. വലിയ കുഴപ്പം ഇല്ലല്ലോ എന്ന് കരുതി. 3-4 ദിവസമായി. അതുകൊണ്ട് കരിഞ്ഞു മുട്ടെല്ലാം. കൈയുടെ അവിടെയും എങ്ങാണ്ടൊക്കെ. ഞാൻ ചോദിച്ചു ഹെൽമെറ്റ് ഉണ്ടായിരുന്നോ? അതോ വലത്തുവശത്തോട്ടാണ് വണ്ടി മറിഞ്ഞു പോയെന്ന്. എൻ്റെ ദൈവമേ, വല്ലോ വണ്ടിയും വന്നിരുന്നല്ലോ. ഞാൻ പറയുന്നത് 24 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഈ പിള്ളേർക്ക് സ്പീഡില്ലായിരുന്നെന്നാണ് പറഞ്ഞത്. സ്പീഡൊന്നും അല്ലെങ്കിലും എൻ്റെ സ്കൂട്ടറിനല്ലേ എന്നാ സ്പീഡ് എടുക്കാനാണ്. അത് ചരലേ കയറി വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ കയറി വരുന്ന കണ്ടുകൊണ്ട് പുള്ളി പിന്നെ ചരലയിലോട്ട് അങ്ങ് കയറി സ്കിഡായിപ്പോയി. ഇന്ന് മാറ്റി കൊടുത്തതാണ് സ്കൂട്ടറെ അങ്ങനെ. അപ്പോൾ എന്നിട്ട് സ്കൂട്ടർ അവിടെ ഇരിക്കുന്നത് പോർച്ചിൽ കൊണ്ട് എന്നെ കാണിക്കുക. മുഴുവൻ സ്ക്രാച്ച്, മുഴുവൻ. 13 വർഷമായ സ്കൂട്ടർ പുത്തം പോലെ ഞാൻ കൊണ്ട് നടന്നു. ഈ കൊച്ചു കൊണ്ടുപോയി. ഇവൻ്റെ ബൈക്ക് നമ്മൾ വിറ്റു, നമ്മുടെ കാറും വിറ്റു. അന്നേരം സ്കൂട്ടറിലായി പുള്ളി 2-3 വർഷമായിട്ട് പോകുന്നത്. എൻ്റെ സ്കൂട്ടർ ഞാൻ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. ഇപ്പം പുള്ളിയാണ് 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. ജോലിക്ക് പോകുമ്പം വണ്ടി വേണ്ട. അന്നേരം മുഴുവൻ ഇങ്ങനെ എവിടെങ്കിലും ഉരച്ച് സ്ക്രാച്ച് വീണ് എൻ്റെ വണ്ടി. ഇനി മൊത്തം അത് ശരിയാക്കണം. അങ്ങനെ. അപ്പോൾ ശരി, നാളെ കാണാം കേട്ടോ. അപ്പോൾ എളുപ്പം ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവരും പോയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ഓക്കെ.